കർത്താവ് നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ നഷ്ടപ്പെട്ടു പോകുവാൻ, നമ്മളാരും നഷ്ടപ്പെട്ടു പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ വളരെ താല്പര്യത്തോടെ നമ്മളെ ഓർപ്പിക്കുന്നത്. അതെ, നഷ്ടപ്പെട്ടു പോകരുത്. അതിനു വേണ്ടിയിട്ട് കർത്താവ് നമ്മളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേട്ടത്, ഏത് സമയത്ത് നമ്മൾ ഒരുങ്ങിയിരിക്കണം. കാരണം സമയം അത് ആ സമയത്ത് എപ്പോഴാ കർത്താവ് വരുന്നേ, നമ്മളെ കൊണ്ടുപോകാനായിട്ട് ചേർക്കാനായിട്ട് വരുന്നേ നമുക്ക് അറിയുന്നില്ല. അറിയാത്തത് കൊണ്ട് ഏത് സമയം നമ്മൾ ഒരുങ്ങിയിരിക്കണം. ഒരു സമയം പോലും ഒരുങ്ങാതിരിക്കാനൊക്കത്തില്ല. ഒരുങ്ങിയില്ലെങ്കിൽ കർത്താവിന്റെ കൂടെ നമ്മൾ കാണുകയില്ല. അതുകൊണ്ട് ഏത് സമയവും, അതാണ് നമുക്കുള്ള വിളി. അതാണ് ഏത് സമയവും നമ്മൾ ഒരുങ്ങിയിരിക്കണം. നമ്മളെ കേട്ടല്ലോ, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടല്ലോ, 7:23, 2:23 പറയുന്നത് നമ്മൾ കേട്ടല്ലോ. അവിടെ പറയുന്നത്, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും, ഒരു പ്രവാചകന്മാരായിരുന്നു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗസൗഖ്യം വരുത്തി, ഭൂതങ്ങളെ പുറത്താക്കി. സാധാരണക്കാർക്ക് നടക്കാത്ത ഒരു കാര്യം, പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുകയും ചെയ്തു. ഇതിൽ കൂടുതൽ ഇങ്ങനെ എന്താ വേണ്ടേ? അന്ന് കർത്താവ് പറയുന്നത് എന്തോ അവരോട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ഈ പ്രവൃത്തികൾ ചെയ്യുകയും കർത്താവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന അതേ സമയം തന്നെ കർത്താവ് പറയുന്നു, നിങ്ങളെ ഞാൻ അറിയുന്നില്ല. കർത്താവിനെ അറിയുന്ന ഒരു ജീവിതം നമുക്ക് നയിക്കണം. കർത്താവിനെ അല്ല, കർത്താവ് അറിയുന്ന ഒരു ജീവിതം. കർത്താവ് ഒരിക്കലും പറയാനിടയാകരുത്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല. അപ്പോ നമ്മുടെ പോക്കിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. നമ്മുടെ യാത്രയില്, ദൈനംദിന യാത്രയില് വലിയ വ്യത്യാസം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളെ ഈ ഭാഗം നമ്മളെ കേൾപ്പിച്ചത്. ദൈവദൂതന്മാര്, ഇത് എസ്കേലിന്റെ പ്രവചനത്തിൽ പറയുന്നത്, അവര് ദൈവദൂതന്മാരായിരുന്നു. ദൈവദൂതന്മാരെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൂടെ എപ്പോഴും ആയിരുന്നവര്. അവരെ എപ്പോഴും അവര് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്, കർത്താവ് എന്ന് പറയുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ ഒരു നിങ്ങളെ ചിന്ത ഉണ്ടാകുന്നത്. എന്താണ്? ഈ കർത്താവ് പറയുന്ന കാര്യങ്ങള് കേട്ടുകൊണ്ടിരിക്കാനാണോ? നമുക്കും ഒന്ന് ഉയരരുതോ? നമുക്ക് ഈ പൊസിഷനിലാണോ നമ്മളിരിക്കുന്നത്? എപ്പോഴും 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 ഈ ആ പൊസിഷൻ ഒന്ന് മാറണം. ഈ ലോകത്തിലുള്ള നമുക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഈ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത്, നമ്മളെ ഏത് അധികാരത്തിന്റെ കീഴിൽ നമ്മൾ വെച്ചിരിക്കുന്നോ അതിനെ ഒന്ന് ചെറുത്തിട്ട് അതിന് മുകളിലേക്ക് വരാനുള്ള താല്പര്യം. ആ ഒരു താല്പര്യമാണ് നമ്മളെ പാപത്തിലേക്ക് വിടുന്നത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ ശ്രദ്ധിക്കുക. നിഗളം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത്. ഏതൊരു കാരണവശാലും നമ്മുടെ ഹൃദയത്തിൽ നിഗളം ഉണ്ടാകരുത്. നമ്മളെക്കാൾ ഉയർന്നവരാണ് മറ്റുള്ളവര്
എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, എന്ന് നമ്മൾ ചിന്തിക്കാൻ നമ്മളിടയാകണം. അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ നമ്മൾ അറിയാതെ വരും. ആ ചിന്തകൾ നമ്മളെ നിഗളത്തിലേക്ക് കൊണ്ടുപോകും. നിഗളിയായി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രയാസമാണ് യഥാസ്ഥാനപ്പെടാൻ. അതുകൊണ്ട് നിഗള ചിന്തയിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ടാകണം. കർത്താവിനോട് ആ ശാസ്ത്രി വന്ന് ചോദിക്കുന്നത്, നിത്യജീവൻ പ്രാപിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ്. അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനി ഞാൻ എന്ത് ചെയ്യണം? അതാണ് നിഗളം. നിഗളം എന്ന് പറയുന്നത്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, ഇനി എനിക്ക് ചെയ്യാനായിട്ട് ഒന്നുമില്ല എന്നുള്ള ആ ഹൃദയത്തിലെ ചിന്ത കൊണ്ടാണ് അവൻ കർത്താവിന്റെ സന്നിധി വരുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഇനി എനിക്ക് നീ ഒന്നും ചെയ്യാനില്ല എന്ന് കർത്താവിൽ നിന്ന് കേൾക്കണം. അതിനാണ് വന്നത്. നമ്മളെ എത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതൊന്നും നമ്മളെ ഇതിൽ നിന്ന് ഉപരിയാക്കുന്നില്ല, ഇതിന് മുകളിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നില്ല. നമ്മളെ കർത്താവിന്റെ കൈക്കീഴിൽ താണിരിക്കാനുള്ളവരാണ്. നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ആ കർത്താവിന്റെ കൈക്കീഴിൽ താണിരിക്കാൻ, ആ താണിരിക്കാനുള്ള ആ ചിന്ത, ആ മനോഭാവം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതിനാശക്തി വരുക. ശരിക്കും പറഞ്ഞ ഇന്ന് ഈ വചനം നമ്മളോട് സംസാരിച്ചു. നമുക്ക് താണിരിക്കാൻ, അയാള് നമ്മളെക്കാൾ മെച്ചമാണ്, ഉന്നതനാണ് എന്നുള്ളത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ മാത്രമേ നമുക്ക് താണിരിക്കാൻ പോകും. ആ താഴ്ചയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതാണ് ലോകത്തിന്റെ ചിന്താഗതി, ലോകത്തിന്റെ ചിന്തയാണത്. ആ ചിന്തയിലേക്കല്ല നമ്മൾ പോകുന്നത്. നമുക്ക് താണിരിക്കാൻ, അങ്ങനെ താണിരിക്കാനുള്ള മനോഭാവത്തിൽ നമ്മൾ ആയിരിക്കണം. അല്ലെങ്കിൽ സംഭവിക്കുന്നതാണ് നാം ദൈവത്തോട് ശത്രുവായി തീരുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന് കീഴടങ്ങുകയും പോവുകയും ചെയ്യുന്നവരാണ്. ആ ചെയ്യുന്ന ഞാൻ എന്തായി തീരും? ഈ ചിന്ത മനസ്സിൽ കിടക്കുമ്പോഴേക്കും ഞാൻ ദൈവത്തിന്റെ ശത്രുവായി തീരും. നമ്മൾ ദൈവത്തിന്റെ ശത്രുവാണോ? അതിന് നമുക്കിടയാകരുത്. അതിന് നമുക്ക് ഒരിക്കലും ഇടയാകരുത്. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുവാകുന്നു. ലോകത്തിന്റെ സ്നേഹിതൻ, നമ്മള് ലോകത്തിന്റെ സ്നേഹിതനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ നമുക്ക് കഴിവില്ലേ ആ ഒരു പൊസിഷൻ വഹിക്കാൻ, ഈ ഒരു പൊസിഷൻ വഹിക്കാൻ? അതൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതൊരു വലിയ കഷ്ടമാണല്ലോ എന്ന് പറഞ്ഞ് അതിലേക്ക് പോകുന്നതിന് പകരം അങ്ങനെ ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന്റെ ശത്രുവായി കഴിയും. നമുക്ക് ദൈവത്തിന്റെ ശത്രു ആകരുത്. കർത്താവേ, സകല അധികാരങ്ങൾക്കും കീഴടങ്ങുവാൻ, അധികാരം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ മുകളിൽ ഒരു അധികാരം ഉണ്ടെങ്കിൽ ആ അധികാരം എവിടുന്നാണ് വരുന്നത്? ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ദൈവത്തിൽ നിന്ന് വരുന്ന അധികാരത്തെ നമ്മൾ ത്യജിക്കാൻ മാറ്റാൻ ആഗ്രഹിക്കുന്നോ? അതിന് കീഴടങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലയോ? എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ശത്രുവാകും. ദൈവത്തിന്റെ ശത്രുവും ദൈവത്തിന്റെ സാധാരണ ഒന്നുമല്ല.
ദൈവത്തിന്റെ ശത്രു സാത്താന്റെ ശിഷ്യനായി നമുക്ക് സാത്താന്റെ ശിഷ്യനാകേണ്ട ആവശ്യമില്ല. നമുക്ക് ഉത്സാഹത്തോടെ ജീവിക്കണം. കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് യേശു പോയ വഴിയാണ് നമുക്കുള്ള വഴി. എന്താണ് യേശു? അവൻ സാക്ഷാൽ ദൈവം. യേശു സാക്ഷാൽ ദൈവം. ആ സാക്ഷാൽ ദൈവം എന്തായി? ഒരു മനുഷ്യനായി. എന്നിട്ട് മനുഷ്യന്റെ അവകാശങ്ങൾ അവൻ എടുത്തോ? അവൻ മനുഷ്യന്റെ അവകാശം എടുക്കാതെ അവന് തന്നെത്താൻ താഴ്ത്തി. എവിടെ വരെ? ക്രൂശിലെ മരണത്തോളം. ക്രൂശിലെ മരണം എന്ന് പറയുന്നത് ഇത്രയും നാണക്കെട്ട ഒരു മരണമില്ല. ആ മരണം സഹിക്കാൻ ഈ കർത്താവ് തയ്യാറായെങ്കിൽ നമുക്ക് നമ്മുടെ മനോഭാവം എന്തായിത്തീരണം? നമുക്ക് ഈ ലോകത്തിലെ പൊസിഷൻ അല്ല, ഈ ലോകത്തിന്റെ അഭിപ്രായമല്ല, ഈ ലോകത്തിന്റെ മാന്യതയല്ല കർത്താവ് എനിക്ക് വേണ്ടത്. എനിക്ക് നിന്റെ ശിഷ്യനായി തീരണം. കർത്താവ് ഏത് വഴി പോയി ആ വഴിയെ കൂടെ പോകാൻ തന്നെത്താൻ താഴ്ത്തുക. എവിടം വരെ? ക്രൂശിലെ മരണത്തോളം. ക്രൂശിലെ മരണത്തോളം വരെ തന്നെത്താൻ താഴ്ത്താൻ അവൻ തയ്യാറായി. നമുക്കും നമ്മുടെ രക്ഷകനെ പിൻപറ്റണം. നമ്മൾ ഈ രക്ഷകനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. തന്നെത്താൻ താഴ്ത്തി ഇവിടം വരെ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്താൻ മനസ്സ് വെച്ച ഈ കർത്താവിന്റെ ശിഷ്യന്മാരായി നമുക്ക് ജീവിക്കണം. ലോകം നോക്കുമ്പോൾ നമ്മളെ കളിയാക്കും. അയ്യോ, യവൻ എന്ത് സംഭവിച്ചു? യവൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ലോകത്തിലെ ആ പൊസിഷനുണ്ട്, ഈ പൊസിഷനുണ്ട്. അവൻ ഇത്രയും താഴേണ്ട കാര്യം തന്നെയാണ്. അല്ല, എന്റെ കർത്താവ് അവൻ ക്രൂശിലെ മരണം വരെ താഴുവാൻ തയ്യാറായെങ്കിൽ അവന്റെ ശിഷ്യനാണ് ഞാൻ. നമ്മൾ ഓരോരുത്തരും അവന്റെ ശിഷ്യനാണ്. അവന്റെ ശിഷ്യനാണെങ്കിൽ അവൻ പോയ വഴിയെ പോകാനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കുക. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായി തീരത്തുള്ളൂ. ഒരു ധന്യമായ ജീവിതം നയിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഉത്സാഹിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മാത്രം ഉണ്ടാകട്ടെ. നമ്മളെ കേൾപ്പിച്ച വചനം ആദ്യം മത്തായിയുടെ സുവിശേഷത്തിൽ കേൾപ്പിച്ച വചനം കർത്താവ് എന്ന് വിളിക്കുന്നതിനല്ല ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നെന്ന് പറയുമ്പോൾ കർത്താവിന്റെ പൂർണ്ണ ഹിതം നിറവേറണം എന്ന് തന്നെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു വിളിയല്ല, ജീവിതം കൊണ്ട് ആ കാര്യം തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ ജീവിതം കൊണ്ട് തെളിയിക്കുക എന്ന് പറയുമ്പോൾ ഓരോ കാര്യവും നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കും. നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്, അശുദ്ധിയിലേക്കല്ല. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഹിതം തന്നെയാണ് നമ്മളെ പൂർണ്ണത, പൂർണ്ണ വിശുദ്ധി. അത് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പൂർണ്ണ വിശുദ്ധി എന്ന് പറയുമ്പോൾ ദൈവത്തെ പോലെ നിങ്ങൾ പിതാവിന്റെ ആ വിശുദ്ധിയിലേക്ക്, സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണ്ണനായിരിക്കാന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് പറയും, എടുക്കുമ്പോൾ ലാഘവത്തോടെ എടുക്കും. കാരണം ഗൗരവമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ കർത്താവ് പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ വേണമെന്നറിയാം. എന്നാൽ പിന്നീട് നമ്മൾ ഒരു വചനം പറയുന്ന ഒരു ആവേശത്തോടെ പറഞ്ഞിട്ട് പിന്നീട് അതിനെപ്പറ്റി ഗൗരവമായിട്ട് ചിന്തിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മളുടെ ആ സ്വാഭാവികമായ മനുഷ്യ ചിന്തകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴേ ഈ കാര്യത്തെ ഗൗരവമായിട്ട് എടുക്കാൻ മറന്നു പോകുന്നതാണ്. എന്നാൽ മറക്കാതിരിക്കാനൊരു വഴി കർത്താവ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഓർക്കാത്തതുകൊണ്ടാണ്. നമ്മളൊരു പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ഒരു പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ഓരോരുത്തർക്കും ആത്മാവിനെ തന്നിട്ടുണ്ട്. നമ്മുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ആത്മാവിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് അകത്തിരുന്ന് തീർച്ചയായിട്ടും നമ്മളെ ഓർമ്മിപ്പിക്കും. ഒരു വാക്ക് പറഞ്ഞെങ്കിൽ അതിനകത്ത് തെറ്റ്, അല്ലെങ്കിൽ ഞാനൊരു വാക്ക് പറയുമ്പോഴേ മറ്റൊരാൾക്ക് മറ്റൊന്നും തോന്നിയില്ലെങ്കിൽ എൻ്റെ വാക്കിൽ എൻ്റെ പ്രശംസയുണ്ടോ അല്ലെങ്കിൽ എൻ്റെ വലുപ്പമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും. ലൂസിഫറിന്റെ കാര്യം പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ലൂസിഫറെ ഹൃദയത്തിലൊന്ന് ചിന്തിച്ചു എന്നാ പറഞ്ഞത്. അപ്പോൾ ഹൃദയത്തിൽ ചിന്തിച്ച ഭാവമാണോ എന്ന് ചോദിച്ചാൽ
ഹൃദയത്തിൽ ചിന്തിച്ചത് ഒരു ദിവസം പ്രവൃത്തിയായിട്ട് വരും. അപ്പം അതാണ് മറ്റൊരു കാര്യം. അപ്പൊ ഹൃദയത്തിൽ ചിന്തിക്കുന്ന കാര്യം ഇന്ന് ഈ കാര്യം ഹൃദയത്തിൽ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് തോന്നിയാൽ നമുക്ക് അതിനെ മാറ്റിക്കളയാം. വേറെ ആരും അറിയത്തില്ല. അപ്പം ഞാനും ദൈവവും അല്ലെങ്കിൽ എൻ്റെ വാക്കിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിവുള്ള ഒരാൾ അത് മനസ്സിലാക്കും. എന്നാൽ നാം നമ്മെ തന്നെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മാവ് നമ്മളെ ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കും, തെரியപ്പെടുത്തും. അത് അപ്രയോഗം ശരിയായില്ല. പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ രസകരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ആരെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ കേൾക്കാൻ ചിരിക്കണം. ഈയിടെ സാഗ്ബറുടെ ഒരു ചെറിയൊരു ബേഡ്സ് ഫോർ ദ ഡേ അങ്ങനെ കേട്ടാൻ തോന്നും. അപ്പോൾ നിങ്ങൾ തമാശ പറയുന്നത് ചിരിക്കുന്നതിന് കുഴപ്പമില്ല, തമാശ പറയാം, തമാശ പറയണം, കേൾക്കണം, ചിരിക്കണം, നല്ല കാര്യമാണ്. പക്ഷെ തമാശ ഒരു ആത്മീയം പറയുന്ന തമാശന് അതിൻ്റെതായ ലിമിറ്റുണ്ട്. അതിനുള്ളിൽ നിന്ന് തമാശകളൊക്കെ പറയൂ. എന്നാൽ ഓർക്കാതെ ലോകത്തിലേക്ക് അങ്ങ് കടന്നുപോയാൽ ആദ്യം പറയുന്ന തമാശ അത് വലിയ ഇടർച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് പോകും. അത്ര വലിയ തമാശകളൊക്കെ പറഞ്ഞോളും ചിലപ്പോൾ. പക്ഷെ നമ്മൾ കേട്ടിരിക്കുന്നത് നമ്മൾ ആദ്യം അറിയില്ല, പിന്നീട് നമുക്ക് മനസ്സിലാവും പറഞ്ഞ തമാശ അതിൽ കടന്നിരിക്കുന്നു. അതിൽ വലിയ പാപകരമായ ഒരു കാര്യത്തിലേക്ക് പോയിരിക്കുന്നു. രസമാണ്, കേട്ടാലും കുഴപ്പമില്ല, പക്ഷെ പാപത്തിൻ്റെ ഒരു നല്ല ലാഞ്ചനയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മനുഷ്യൻ പോകാറുണ്ട്. അപ്പം ഇത് നമ്മളെ മനസ്സിലാക്കി തരുന്നതും ആത്മാവാണ്. അത്രയും വേണ്ട, അത് പാടില്ല എന്നുള്ള കാര്യം. അപ്പോൾ ആത്മാവിന് ചെവി കൊടുക്കുമെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾക്ക് പരിഹാരം അപ്പോഴപ്പോൾ തന്നെ നമുക്ക് പറ്റും. അത് ചെവി കൊടുക്കണം. ഒരു തരത്തിലൂടെ അത് ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് കേട്ടിട്ടുള്ള വചനങ്ങൾ, ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന വചനങ്ങളനുസരിച്ച് നമ്മളതിനെ വിവരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മെ സംബന്ധിച്ച് നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ഹിതം നിറവേറണം, അവിടുത്തെ വിശുദ്ധിയെ പ്രാപിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം അവസാനം പറഞ്ഞു നിർത്തിയത് തന്നെയാണല്ലോ. അപ്പോൾ ഉടനെ കഴിയുക എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ നമ്മൾ ടേബിൾ വെച്ച് ഒക്കെ നമ്മളെ പാവത്തിൻ്റെ ഇതൊക്കെ തോന്നി, ഈ ടേബിൾ അനുസരിച്ച് ഈ പാവമാണോ ഇത്, വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ സാരമില്ല. എന്നാൽ ടേബിളിൻ്റെ അപ്പുറത്തേക്കാണ് കർത്താവ് നമ്മളെ വചനം പഠിപ്പിച്ചപ്പോഴേ നമ്മളോട് പറഞ്ഞത്. കണ്ണും ചെവിയും മൂക്കും വായും വർത്തമാനവും വാക്കുകളും ഒക്കെ സൂക്ഷിക്കുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോഴേ ഈ കാര്യമാണ് ഓർപ്പിച്ചത്. ടേബിൾ വെച്ച് നോക്കിയിട്ട് കാര്യമില്ല, നിന്റെ ആത്മാവിന് ആത്മാവ് നിന്നെ മനസ്സിലാക്കി തരുന്നതനുസരിച്ച് ഈ കാര്യങ്ങളിൽ നമുക്കൊരു വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ട്, ഏറ്റുപറച്ചിലിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധ വെക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഈ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ വിശുദ്ധിയിലേക്കാണെന്നുള്ള ലക്ഷ്യമായതുകൊണ്ട് ഏതെല്ലാം കാര്യത്തിൽ നിന്ന് നമ്മൾ എഴുതി വെക്കണം. പണസ്നേഹത്തെ പറ്റി പറഞ്ഞു, ചിന്തകളെ പറ്റി പറഞ്ഞു. അപ്പോൾ ചിന്തകളെ നമുക്ക് ഒരുപാട് ചിന്തകളുണ്ട്. നമ്മളുടെ ചിന്തയിലൊക്കെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് വലിയ വലിയ കാര്യങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്. എന്നാൽ ചിന്തകളെ ഇടയ്ക്ക് വെച്ച് തന്നെ ബ്രേക്ക് ചെയ്ത് കർത്താവിന് അടിമപ്പെടുത്തണമെന്ന് തന്നെയാണ് ഒരിക്കലും പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ചിന്തകളെ യേശുവിന് അടിമപ്പെടുത്തും, അല്ലേ? 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലെ വാക്യം. അപ്പോൾ ഈ ചിന്തകളെ നമ്മൾ അടിമപ്പെടുത്തണം. അതായത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് വഴിവിട്ട ചിന്തയിലേക്കാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നാം കർത്താവിനായിട്ട് നമ്മളത് ആ ചിന്തകളെ അടിമപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ ആ ചിന്തയിൽ നിന്ന് നമ്മൾ മാറാനുള്ള ആഗ്രഹം കർത്താവിന് മുന്നിൽ വെക്കണം. അല്ലാതെ ആഗ്രഹമില്ലെങ്കിൽ പാപമാണെന്ന് തോന്നി എന്നാലും സാരകൾ ഇച്ചിരൂടെ അല്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞിട്ട് എന്നൊരു ചിന്തയിലേക്ക് വന്നാലേ ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. എന്നാൽ തെറ്റാണെന്ന് തോന്നിയ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ, ആ ചിന്ത അവിടെ വെച്ച് തന്നെ ബ്രേക്ക് ചെയ്താൽ നമ്മെ സംബന്ധിച്ചോളം അതൊരു വലിയ വിജയമായിരിക്കും. സാധിക്കാത്തൊരു കാര്യമാണെന്ന് ഞാൻ പറയുമ്പോൾ ആത്മാവിൻ്റെ സ്വരമാണല്ലോ നിങ്ങൾ കേട്ടത്. ഈ ചിന്ത തെറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ വഴിവിട്ട് ഇതിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് അതിനെ നമുക്ക് ആ നിലയിൽ തന്നെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ സ്വരം എപ്പോഴും നമുക്ക് കേൾക്കുന്നവരായിരിക്കാം എന്ന കാര്യത്തെ പറ്റി ഓർക്കാം. പണസ്നേഹത്തെ പറ്റി പറഞ്ഞു, പണസ്നേഹം വേറെ ഉദാഹരണമൊക്കെ പറഞ്ഞു. അല്ലാതെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ പണസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഓരോരുത്തരും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് ഇതൊക്കെ ചെറിയ ആളും വലിയ ആളും ഒക്കെ യാതൊരു പോലും പണസ്നേഹം ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് കാര്യത്തിലാണ് എങ്ങനെയാണ് പണത്തെ സ്നേഹിക്കേണ്ടത് അല്ലെ പണത്തെ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. ഈ യാക്കോബിന്റെ 4:4 ഇങ്ങനെ പറഞ്ഞല്ലോ. അതായത് ആത്മാവിനെ തന്നവൻ അസഹിഷ്ണുവാണ് എന്ന 4-ന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്. അന്ന് 4-ന്റെ 5-ാം വാക്യത്തില് അവൻ നമ്മിൽ നിവേശിപ്പിച്ച ആത്മാവിനെ ചൊല്ലി അവൻ അസഹിഷ്ണുവാണ് എന്ന വിശുദ്ധ ലോകം വ്യർത്ഥമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവർ തന്ന ആത്മാവിനെ ചൊല്ലി അവൻ അസഹിഷ്ണുവാണ്. കാരണം ഈ ആത്മാവിന് വിരുദ്ധമായ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാനോ പറയാനോ ആഗ്രഹിക്കുന്നില്ല.
അതിനെ ആ വിരുദ്ധമായി വരുന്ന കാര്യങ്ങളെ കർത്താവ് എങ്ങനെ കാണുന്നു വെച്ചാൽ ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നമ്മൾ മേലെ 4-ാം വാക്യത്തിൽ വായിച്ചു. അപ്പോൾ ആ ശത്രുതയിൽ ആയിരിക്കുന്ന അവളോട് എങ്ങനെയായിരിക്കും ദൈവം ഇടപെടുന്നത്? സഹിഷ്ണുത കാണിക്കും എന്നല്ല, അസഹിഷ്ണുവാണ് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സമയത്തേക്കൊക്കെ ദൈവം നമ്മളോട് കരുണ കാണിച്ചിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഒരുപക്ഷെ ആ നിലയിൽ മുന്നോട്ട് പോകാൻ അനുഭവിച്ചേക്കും. എന്നാൽ മടങ്ങി വരണം ദൈവത്തിന് ആഗ്രഹമുണ്ട് എന്ന കാര്യം തന്നെയാണ് ഈ വാക്യത്തിലൂടെ. അസഹിഷ്ണുവാണ് എന്ന് പറയുമ്പോൾ ശിക്ഷയുണ്ട് എന്ന കാര്യം, ശിക്ഷണത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ആത്മാവ് തരുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നമ്മളെ തന്നെ ഒന്നുകൂടെ ആ കാര്യത്തിൽ അത് മാറ്റേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനകത്തൊരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് പറ്റേണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അത് തന്നെ മാനസാന്തരം എന്ന് പറയുന്നത്. നമ്മളെ തന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത കാര്യങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. മാറുന്നതിലെ പാപത്തിലേക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരിൽ തന്നെ തിരിച്ചു വരുന്ന പിന്മാറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ദൈവവചനവും ആത്മാവും നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മളുടെ പൂർണ്ണ വിശുദ്ധിയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന കാര്യം നമുക്ക് ഓർക്കാം. ആ വിശുദ്ധിക്ക് കുറവ് വരുന്ന കാര്യങ്ങളെ നമ്മെ തെരയപ്പെടുത്താൻ ആത്മാവിന് തെരയപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കുമ്പോൾ, ഏത് കാര്യത്തിലാണ് എന്നത് ഓരോ കാര്യത്തിലും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അല്ല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കാര്യത്തെപ്പറ്റി നമുക്ക് ബോധ്യം തരുന്നുണ്ട്. ഇല്ലെങ്കിൽ അടുത്ത ദൈവവചനം വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട ദൈവവചനം വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെയൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കുമെങ്കിൽ കർത്താവിനെ അനുഭവപ്പെടുക എന്ന കാര്യത്തോടെ നമ്മളെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഏതായാലും ഒരു കാര്യം, ഈ പൂർണ്ണത നമ്മളെ ഒറ്റ ദിവസം കൊണ്ട് കൈവരിക്കുന്നില്ല. ഈ പൂർണ്ണത കൈവരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനായിട്ടുള്ള നമ്മുടെ ആഗ്രഹത്തെ കർത്താവിന് മുന്നിൽ വെക്കുമ്പോൾ കർത്താവ് നമ്മെ അതിന് സഹായിക്കും എന്ന് നമുക്ക് വിശ്വസിക്കണം. അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഇതിനകത്തുള്ളത്, നമ്മൾ കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോഴേ പലപ്പോഴും കർത്തൃമേശയിലെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴേ അനേകമായ കാര്യങ്ങൾ നമ്മളെ അതിൽ നിന്ന് അലക്കാറുണ്ട്. ഇപ്പോൾ ഈ സമയത്തുള്ള കാര്യങ്ങളിലോട്ട് പറയുമ്പോൾ ഇപ്പോഴേ കർത്തൃമേശയിലെ അത് എങ്ങനെയാണ് നമ്മൾ ഒപ്പമാണ് തിന്നുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞാണ് കഴിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ നമുക്കുണ്ട്. എന്നാൽ നമുക്ക് സമയത്തുള്ള നമ്മളെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യത്തിനനുസരിച്ച് 1 കൊരിന്ത്യർ കർത്താവ് തൻ്റെ അന്തിമ അത്താഴത്തിലെ ആ കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ 1 കൊരിന്ത്യർ 11 അപ്പൊ ഇത് ഉടമ്പടിയാണ് കർത്താവിന്. ഈ നിങ്ങൾക്ക് അറിയുന്നത്, ഇതെന്റെ ശരീരമാവുന്നു, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്തരുൾ ചെയ്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാവുന്നു. ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. അപ്പോൾ കർത്താവിന്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അതിന് വിശുദ്ധിയുണ്ട്, അതിന്റെ പൗത്രതയുണ്ട്. ഭയഭക്തിയോട് കൂടി തന്നെ വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഇല്ലെങ്കിൽ എന്ത് അയോഗ്യമായി ഭക്ഷിക്കുന്നവനൊക്കെ കർത്താവിന്റെ ശരീരത്തിൽ രക്തതയോടെയുള്ള അപരാധിയാവും എന്ന് താഴോട്ട് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന കാര്യം, കർത്താവ് എന്നെ രക്ഷിച്ചിട്ടുണ്ട്. കർത്താവിന്റെ എന്നെ വീണ്ടും ഒരു ജനനത്തിലേക്ക്, എൻ്റെ പാപത്തിൽ നിന്ന് തന്നെ വിടുവിച്ച് എന്നെ വീണ്ടും ജനനത്തിലേക്ക് അവിടുന്ന് കൊണ്ടുവന്നു. അപ്പോൾ ആ വീണ്ടും ജനനത്തിൽ ആയിരിക്കുന്ന എന്നെ അവർ സ്വാതന്ത്ര്യപ്പെടുത്തി, പാപത്തിൽ നിന്ന് തന്നെ സ്വാതന്ത്ര്യപ്പെടുത്തി പൂർണ്ണതയിലേക്ക് എന്നെ വിളിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ വിശുദ്ധിയിലേക്കാണ് അവിടെ തന്നെ വിളിച്ചിരിക്കുന്നത്, പൂർണ്ണതയിലേക്ക് വിളിച്ചിരിക്കുന്നു. വിശുദ്ധിയിൽ ഉള്ള ഒരു ജീവിതത്തിനായിട്ട് എന്നെ വിളിച്ചിരിക്കുന്ന കാര്യം നമ്മൾ ഓർക്കുമ്പോഴൊക്കെ കർത്താവ് ചെയ്ത പ്രവൃത്തിയെ നമ്മൾ ഓർക്കുന്നു. എത്ര വലിയ ആ പ്രവൃത്തിയുടെ മഹാത്മ്യം നമ്മൾ തിരിച്ചറിയുന്നത് ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തിലാണ്. അപ്പോൾ അങ്ങനെ രക്ഷയുടെ അനുഭവം നമുക്ക് തന്ന കർത്താവ്, ആ അനുഭവം നമുക്കുണ്ട്, ഉണ്ടാവണമുണ്ട് എന്ന് ഓരോരുത്തരും അങ്ങനെ അനുഭവത്തിലുള്ളവരാണല്ലോ. പ്രധാനപ്പെട്ട് ഈ മേശയിൽ പങ്കുചേരാനായിട്ട് ഒരുക്കപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ, അത് കഴിഞ്ഞ സമയമാണെങ്കിൽ ഇന്നും എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ തന്നെ, അല്ല ഇന്നും എന്നെ ആ രക്ഷയുടെ അനുഭവത്തിലാണ് ഞാനെന്ന കാര്യം നമുക്ക് ഉറപ്പ് വരുത്തുന്നുണ്ട്. നിത്യമായ രക്ഷയിലേക്കാണല്ലോ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ കാര്യത്തെപ്പറ്റി നമുക്ക് പൂർണ്ണ ബോധ്യവുമുണ്ട്. അപ്പോൾ വിശുദ്ധമായ ഒരു ജീവിതം കർത്താവ് വന്നാൽ ആ ഒരു വിശുദ്ധിയുടെ ഭാവത്തിൽ, ഭാവം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഭാവം ഞാൻ ഉദ്ദേശിച്ചത്,
അല്ലാതെ ഞാനും വിശുദ്ധിയാന്നുള്ള ഭാവത്തിലങ്ങ് ജീവിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. കർത്താവിൻ്റെ മനോഭാവമുള്ളവരായി നമ്മൾ ജീവിക്കുമെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ളൂ അവിടുത്തെ രാജ്യത്തിലേക്ക് പ്രവേശനം നമുക്ക് സാധ്യമാണ്. നമ്മളുടെ കുറവുകളെ നമുക്ക് കർത്താവിന് സന്നിധിയിൽ വിളിക്കാം. നമ്മളെ ചിന്തകളെ കർത്താവിനെ അടിമപ്പെടുത്താം. അത് വിവേചിക്കട്ടെ, കർത്താവ് വിവേചിക്കട്ടെ, കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവത വിവേചിക്കട്ടെ. നമ്മളുടെ ചിന്തകളെ എപ്രകാരമായിരുന്നു ആ കാര്യങ്ങളിൽ കർത്താവിനെ സഹായിക്കട്ടെ. വിശുദ്ധിയോടെ ഈ കർത്തൃമേശയിൽ പങ്കെടുക്കാൻ കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ ഹൃദയംഗമായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞാനതൊരു ഭംഗിവാഴ്ക്കായിട്ടല്ല പറയുന്നത്, അതൊരു ആഴത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുന്നു. മത്തായി 7-ാം അധ്യായത്തിൻ്റെ 22-23 അധ്യായങ്ങളിൽ നമ്മൾ പ്രാരംഭമായിട്ട് കേട്ടു. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ പരിശോധിക്കേണ്ടതായിട്ടുള്ള ഒരു 4 കാര്യങ്ങൾ കേട്ടു. നിഗളം, മത്സരം, ലോകത്തോടുള്ള പണസ്നേഹം, ലോകത്തോടുള്ള സ്നേഹം. ഞാൻ ഒത്തിരി എല്ലാം കുത്തിക്കുറുക്കി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആ കാര്യങ്ങൾ ഞാൻ ശക്തമായിട്ടുള്ള ദൈവവചനത്തിനാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ വചനം, അത് ദൈവത്തിൻ്റെ ആ വചനം നമ്മളെ ഒരു ശസ്ത്രക്രിയ ചെയ്യുവാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തു. ഏത് വാളിനേക്കാളിലും, ഏത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളിലും മൂർച്ചയുള്ളതാണ് ദൈവത്തിൻ്റെ വചനമെന്നാണ് നമ്മൾ എബ്രായർ 4-12 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ ഒരു ക്യാൻസർ സർജനായിട്ടുള്ള ഒരു ഡോക്ടറിന് ഒരു രോഗിയെ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ട്, ക്യാൻസർ ഉണ്ട് അവൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ രോഗി എന്ത് ചെയ്യണം? കൺസെൻ്റ് ഒക്കെ എഴുതി കൊടുത്ത് ശസ്ത്രക്രിയയിൽ അനസ്തേഷ്യയൊക്കെ എല്ലാത്തിനും വിധേയമായിട്ട് അടങ്ങി കിടക്കണം. എന്നാൽ നമ്മളിലൊരു ഒരു രൂപാന്തരം, ഒരു പ്രക്രിയ, അതായത് നമ്മുടെ ഉള്ളത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജഡത്തിലുള്ള 4 കാര്യങ്ങൾ നമ്മൾ കേട്ടു. നിഗളം, ഇതൊന്നും ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ മീറ്റിങ്ങിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇപ്പോഴേ എഴുതിട്ട് പോവാം. എന്നാൽ നമ്മളുടെ എല്ലാവരുടെയും ജഡത്തിൽ ഒരു നന്മയില്ലാത്തൊരു ജഡമെന്നാണ് നമ്മൾ റോമർ 7-18 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അത്രയും മഹാനായ അപ്പോസ്തലനായ പൗലോസ് തന്നെ തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ജഡത്തിൽ, തൻ്റെ സ്വയത്തിൽ ഒരു നന്മയില്ല. അത്രമാത്രം വഞ്ചിക്കപ്പെടാവുന്നൊരു ജഡമാണ് നമുക്കുള്ളത്. സാജിബേർ ബ്രദറിന്റെ മിക്ക മെസ്സേജസിൽ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, മുന്നറിയിപ്പ്. ഓരോരുത്തർക്കും ഒരു ബേർഡൻ ഉണ്ട്. ദൈവത്തിന് ഒരു പ്രവചന ശബ്ദത്തോടെ ദൈവം സഭയിൽ ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കുമ്പോൾ ഓരോരുത്തർക്ക് അവരുടേതായ ഒരു ഭാരമുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പം സാഗ്ബേറിന്റെ മിനിസ്ട്രിയിൽ ബ്രദർ ഊന്നി പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ജോജി ബേറിന്റെ മിനിസ്ട്രിയിലെ ബ്രദർ ഊന്നി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. സാജിബേർ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ ഒരു മുന്നറിയിപ്പ് എന്നുള്ളൊരു വാക്ക് എപ്പോഴും ആ ഒരു വാർണിംഗ്, ആ ഒരു സഭയ്ക്കായിട്ടുള്ള ഒരു മുന്നറിയിപ്പ്. നമുക്കത് കഴിഞ്ഞിട്ട് കർത്താവ് വരുമ്പോൾ ഞങ്ങളൊന്നും പറഞ്ഞില്ല, ഞങ്ങളെ ആരും ഇത് പഠിപ്പിച്ചില്ല, കേട്ടില്ല എന്ന് നമുക്ക് പറയാനില്ല. നമുക്ക് ഒത്തിരി മുന്നറിയിപ്പുകൾ നമ്മളെ റോഡിലൂടെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഡേഞ്ചറസ് കർവ് അഹെഡ്, ഡേഞ്ചർ ഉണ്ട്, ഒരു മുന്നറിയിപ്പ്. അല്ലെങ്കിൽ ബൈഫർക്കേഷൻ ഉണ്ട്, ഡു നോട്ട് ടേൺ ടു ദ റൈറ്റ് ടേൺ പ്രൊഹിബിറ്റഡ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പം എല്ലാ ഹൈവേ എല്ലാം പണിതിട്ടേക്കുന്നുണ്ട്, എല്ലായിടത്തും ഒത്തിരി മുന്നറിയിപ്പുകളാണ് ഇങ്ങോട്ട് വരുന്നിടത്തൊക്കെ എന്ന് പറയുന്നത് പോലെ ദൈവജനത്തിൽ നിന്നുള്ള ചില മുന്നറിയിപ്പുകൾ. ഇതൊക്കെ നമ്മൾ മത്തായി 7-22-23 എത്ര വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നത്. ഇതൊക്കെ നമുക്ക് അതിന്റെ ഗ്രീക്കും ലാറ്റിനും വരെ അറിയാതല്ലേ, മനപ്പാടമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണെന്ന് പറയും. പക്ഷെ ഇന്ന് ഒരു മുന്നറിയിപ്പ്, അതായത് നമുക്ക് ദൈവമേ ഇന്ന് മനപ്പാട് വചനമായിട്ട് നമ്മൾ പഠിച്ച വാക്യം, അത് മോനു എന്ന് മനപ്പാട് വാക്യമായിട്ട് പറഞ്ഞു. 1 കൊരിന്ത്യർ 9-27 എല്ലാം പ്രസംഗിച്ച ശേഷം ഡിസ്ക്വാളിഫൈഡ് ആയി പോകാനാകാത്തവനായിട്ട് ആയി പോകുവാനൊരു സാധ്യത. ഈ വരുന്ന വ്യാഴാഴ്ച ഞാൻ സാജിബേറിനോടും ബാക്കി സാറിനോടൊക്കെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ പവർ വിഷൻ TV-യിൽ ഒരു ലൈവ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി അവർ വിളിച്ചിട്ടുണ്ട്. അപ്പം ഒരു പക്ഷെ അത് വലിയൊരു റീച്ചിലേക്ക് ഇനി എത്തുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും, അറിയത്തില്ല എങ്ങനെയാ കാര്യങ്ങളെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിന്നത് മുന്നറിയിപ്പായിട്ട് അത് ഹൃദയത്തിൽ ദൈവമേ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തി, എങ്ങനെയൊക്കെ കാര്യങ്ങളാകും. അപ്പോൾ ഇതെല്ലാം കർത്താവേ ഞാൻ അവിടുത്തെ മുമ്പാകെ കർത്താവേ കൂടുതലൊരു ആളുകളുടെ റീച്ചിലോട്ടും കാര്യങ്ങളിലും ഒക്കെ പോകുമ്പോൾ കർത്താവേ ഞാൻ അവിടുത്തെ കൃപയിൽ നിന്ന് വീണു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ നീളം വരാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവെ അവിടുന്ന് എന്നെ മുന്നറിയിപ്പായിട്ട് കേൾപ്പിച്ചൊരു വാക്യമായിട്ട്, ഒരു വചനമായിട്ട് ഞാനത് ഹൃദയംഗമായിട്ട് കർത്താവിൽ നിന്ന് ഏറ്റെടുക്കുകയായിരുന്നു.
അനേകര് പറയുന്നുള്ളൊരു കാര്യം നമ്മൾ വായിച്ച് മത്തായി 7-ാം അധ്യായത്തിലെ അവിടെ ഗിരിപ്രഭാഷണത്തിന്റെ ഏറ്റവും ഒടുവില് അവിടെ 22-23 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അവിടെ കർത്താവ് അതിന്റെ തൊട്ട് മുമ്പേ 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ ഇങ്ങനെ തുടങ്ങുന്നതിന് കർത്താവേ 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 എന്ന് വിളിച്ചുകൊണ്ട്. അതിന്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം 21-ാമത്തെ വാക്യത്തിലും കർത്താവ് അതേ പ്രയോഗം തന്നെ പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. അപ്പൊ ആ 22-ലുള്ള അതേ ആ ഫ്രേസ് തന്നെ കർത്താവേ കർത്താവേ എന്നുള്ള അതേ 2 വാക്കുകൾ തന്നെ 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞിട്ട് 22-ാമത്തെ വാക്യത്തില് കർത്താവ് അത് ഒന്നുകൂടെ വിശദീകരിച്ച് പറയുന്നു. 21-ാമത്തെ വാക്യത്തിൽ കർത്താവേ കർത്താവേ നിന്റെ നാമത്തില് ഞങ്ങള് 21-ാമത്തെ വാക്യത്തില് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത്ര സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എനിക്ക് തോന്നുന്നത് സാഗ്ബോറിന്റെ വേഴ്സ്റ്റ് വേഴ്സ് ബൈബിൾ സ്റ്റഡിയിലാണ് തോന്നുന്നത്, പണ്ട് എന്നെ കേട്ടിട്ടുണ്ട്. കർത്താവേ 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 എന്നുള്ള ഒരു വിളി എന്ന് പറയുമ്പോൾ നമുക്ക് റൈറ്റ് ഡോക്ടറിനുണ്ട്, ശരിയായ ഉപദേശം ഉണ്ട്. നമുക്ക് യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ചു, നമ്മളുടെ മനസ്സിൽ കറക്റ്റായിട്ടുള്ള ഉപദേശമുണ്ട്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ കുറച്ചുകൂടെ ഇമോഷണലും കൂടെ, ഓ കർത്താവേ കർത്താവേ കുറച്ചുകൂടെ നമ്മൾ ഇമോഷണലി കുറച്ചുകൂടെ എക്സൈറ്റഡ് ആണ്. നമ്മളുടെ ദേഹിയിലുള്ള നമ്മളുടെ മൈൻഡിൽ കറക്റ്റായിട്ടുള്ള ഡോക്ടറിനായി ഇമോഷൻസ് സ്റ്റാർട്ടപ്പ് ആയി. എന്നാൽ അവിടെയും കൊണ്ട് കാര്യമില്ല, മറിച്ച് നമ്മളുടെ വിൽ, അവിടെ ആ ദേഹിയിൽ 3 കാര്യങ്ങളുണ്ട്. നമ്മളുടെ വികാരങ്ങൾ, നമ്മളുടെ മനസ്സുണ്ട്, നമ്മൾ ശരിയായിട്ടുള്ള ഉപദേശം നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മുടെ ഇമോഷൻസ് ഒന്ന് സ്റ്റാർട്ടപ്പ് ആവുന്നു, ദൈവത്തിന്റെ സ്നേഹം, കർത്താവിന്റെ കരുണ, ഇമോഷൻസ് സ്റ്റാർട്ടപ്പ് ആവുന്നു. പക്ഷേ അത് നമ്മളുടെ സറണ്ടറിങ് ഓഫ് എ വിൽ, എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം മാത്രം, യേശുവിന്റെ ഇഷ്ടം മാത്രം എനിക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തുള്ളൂ. അതിന്റെ തൊട്ട് മുമ്പ് കർത്താവ് ഫലങ്ങളാൽ തിരിച്ചറിയണം. 20-ാമത്തെ വാക്യത്തിൽ അവരുടെ ഫലത്താൽ, യഥാർത്ഥത്തിൽ ഗ്രീക്കിലത് പ്ലൂറലിന്റെ ഫലങ്ങളാൽ തിരിച്ചറിയണം. 16-ാമത്തെ വാക്യത്തിൽ അവരുടെ ഫലങ്ങളാൽ. അപ്പം ആ 16-ാമത്തെ വാക്യത്തിലും 20-ാമത്തെ വാക്യത്തിലും അവരുടെ ഫലങ്ങളാൽ അവരെ തിരിച്ചറിയണം. ആ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലം, അതാണ് ദൈവത്തിന്റെ ഹിതം. പരിശുദ്ധാത്മാവിന്റെ ഫലത്തെ കുറിച്ച് തന്നെ ഗലാത്യർ 5-22-23 വാക്യങ്ങളിൽ അവരുടെ ജീവിതത്തിന്റെ ഫലം, അവരുടെ ശുശ്രൂഷയുടെ ഫലം എന്ന് പറയുമ്പോൾ ആ ക്വാണ്ടിറ്റി അല്ല, മറിച്ച് ക്വാളിറ്റി. ശുശ്രൂഷയുടെ എത്രമാത്രം ഒരു ക്വാളിറ്റി, ഒരു നിത്യതയ്ക്കുള്ള ഒരു ക്വാളിറ്റി ഉള്ള എന്തൊരു കാര്യം ശുശ്രൂഷയിലൂടെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെയും ആ ഫലങ്ങൾ, ആ ഫലങ്ങളാല് ആ ഫലമാണ് അത് ദൈവത്തിന്റെ ഹിതമാണ്. അപ്പൊ സ്വന്തം ഇഷ്ടമല്ല. 21-ാമത്തെ വാക്യത്തില് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരെ. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും സഭയിൽ കേൾക്കുന്ന ഒരു കാര്യം എന്താ? എന്റെ ഇഷ്ടം ഞാൻ അവിടെ മാറ്റിവെക്കണം. അതാണ് ക്രൂസ് എന്ന് പറഞ്ഞത്. ക്രൂസ് എടുക്കാതെ എന്നെ അനുഗമിക്കാൻ ഒക്കെയില്ലെന്ന് കർത്താവ് പറഞ്ഞു. ക്രൂസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം. അപ്പം ഓരോ സാഹചര്യത്തിലും ഞാൻ എന്നെ തന്നെ ഒരു വട്ടപൂജ്യമായിട്ട് സമർപ്പിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നികളവോ പണസ്നേഹവും മത്സരവും ലോകത്തോടുള്ള സ്നേഹവും അതുപോലെയുള്ള ഇതെല്ലാം, ഇപ്പൊ ഒരു 4 കാര്യങ്ങൾ നമ്മളിപ്പോൾ കേട്ടു എന്ന്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വീണ്ടും നമ്മൾ വചനത്തിൽ നമ്മൾ കൂടെ കേൾക്കുന്നുണ്ട്. ആ കാര്യങ്ങളിലെ പല കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വെളിച്ചം ദൈവം നമുക്ക് പല സാഹചര്യങ്ങളിലൂടെ, പല വ്യക്തിബന്ധങ്ങളിലൂടെയൊക്കെ വ്യക്തികളിലൂടെയൊക്കെ ഇടപെടുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ അവിടെ പരിശുദ്ധാത്മ നമുക്ക് കാര്യങ്ങളെ കാണിച്ചു തരുമ്പോൾ, അതായത് നമ്മൾ സ്കാൻ എടുക്കുന്നു, MRI സ്കാന്, പെറ്റ് സ്കാന്, അതുപോലുള്ള വലിയ സ്കാനൊക്കെ എടുക്കുമ്പോൾ ഇന്ന കുഴപ്പം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് അറിയുമ്പോൾ നമ്മൾ അതിനൊരു ചികിത്സയ്ക്ക് വിധേയമാകും എന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു സ്കാൻ റിപ്പോർട്ട്, പെറ്റ് സ്കാനൊക്കെ എടുക്കണമെങ്കിൽ എത്ര ലക്ഷം ആവും? ഒത്തിരി ആയിരങ്ങൾ ചെലവഴിക്കേണ്ടി വരും ഒരു സ്കാൻ റിപ്പോർട്ട്. MRIക്ക് തന്നെ 10,000 അതിൽ കൂടുതലൊക്കെ ഓരോ ഏരിയ അനുസരിച്ച് ഒത്തിരി. അപ്പൊ എന്നാ പരിശുദ്ധാത്മാവ് നമുക്ക് ഫ്രീ ആയിട്ടൊരു സ്കാൻ റിപ്പോർട്ട് തരുമോ നമ്മുടെ ജീവിതത്തിൽ ഇന്ന കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഇത് എന്റെ സ്കാൻ റിപ്പോർട്ട് ഒന്നുമില്ല, അവർക്ക് പേര് മാറിയതായിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് ഈ സ്കാൻ റിപ്പോർട്ടൊക്കെ മാറ്റി വെക്കാതെ കർത്താവ് ഇത് എന്റെ പേരിലുള്ള സ്കാൻ റിപ്പോർട്ട് എനിക്കായിട്ടുള്ളതാണ്, കർത്താവ് എനിക്കാണ് കുറവുള്ളത്. അതായത് സാഗ്ബറിന്റെ ഒരു NCCF ചർച്ചിൽ അവിടെ കാലിഫോർണിയയിൽ ഷെയർ ചെയ്ത ഒരു കർത്തൃമേശയ്ക്ക് മുമ്പായിട്ട് ഷെയർ ചെയ്ത ഒരു ചെറിയൊരു ഒരു 10 മിനിറ്റിന്റെ ഒരു മെസ്സേജ്, ജഡ്ജിങ് അവർസെൽവ്സ് ബിഫോർ ദ ലോർഡ്സ് ടേബിൾ. കർത്തൃമേശയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഇതിന് ശോധന ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു 10-15 മിനിറ്റ് കണ്ടേ ഉള്ള മെസ്സേജ്. അത് മിക്കവാറും ഇനിയിപ്പോൾ അത് ട്രാൻസ്ലേറ്റഡ് ആയിട്ട് വരുമായിരിക്കും, അത് ഓൾറെഡി ട്രാൻസ്ലേറ്റഡ് ആയിട്ട് വന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ അതിനകത്ത് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് കർത്തൃമേശയ്ക്ക് മുമ്പാകെ കർത്താവ് അവർക്ക് മേശ ഒരുക്കി ശിഷ്യന്മാർക്ക് ഈ അപ്പം നുറുക്കി കൊടുത്തപ്പം അവര് തങ്ങളെ തന്നെ വിധിച്ച ഒരു കാര്യമുണ്ട്. ഒരാൾ ഒറ്റ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ എല്ലാരും ചോദിച്ചു, അത് അവനായിരിക്കും, ഇത് ഇവനായിരിക്കും, അത് അവനെ ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കും, ഇവളെ ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കും എന്ന് ശിഷ്യന്മാര് പരസ്പരം പറഞ്ഞു. ഇല്ല, അമ്മയിലോ ഞാനാണോ, എന്നെയാണോ ഉദ്ദേശിച്ചത്?
എന്നെ കുറിച്ചാണ് പറഞ്ഞേ എന്ന് അവർ. ശരിയാണ്, ശിഷ്യന്മാർക്ക് പല പല കുറവുകളുണ്ടായിരുന്നു. എന്ന് അവർക്കുള്ളൊരു നല്ല ഗുണം എന്ന് പറഞ്ഞാൽ അവർ വളരെ നിഷ്കളങ്കമായിട്ട് അത് ഇന്നയാളെ ഉദ്ദേശിച്ചത് തന്നെയാ പറഞ്ഞത്, അല്ലെങ്കിൽ അത് മറ്റേ ആളെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അങ്ങനെ പറയാതെ അവര് എന്നെയാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. അവിടെ വേറെ എന്റെ സ്റ്റഡിയിൽ തന്നെ അത് പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച 1-2 ആഴ്ച മുമ്പ് അവിടെ NCCF പറയുമ്പോഴും ആ ഒരു നമ്മുടെ ജീവിതത്തിൽ കർത്താവേ ഈ വചനം എന്നെയാണോ ഉദ്ദേശിച്ചത്, കർത്താവേ എനിക്കായിട്ടാണ് ഇന്ന് ഏറ്റെടുത്ത് അങ്ങനെ നമ്മള് നമ്മെ തന്നെ ഒരു സർജറി ചെയ്യണമെങ്കിൽ ഏറ്റവും ഷാർപ്പസ്റ്റ് നൈഫൊക്കെ ഉപയോഗിക്കണത് നന്നായിട്ട് അത് അതിന്റെ അടുത്തുള്ള ഓർഗൻസിനൊന്നും ബാധിക്കാതെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തൊക്കെ അങ്ങ് മാറ്റണമെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവജനമാകുന്ന ആ ഇരുവായത്തിലുള്ള ഇത് വാളിനേക്കാളും മുറിച്ചുള്ള ആ ഒരു കത്തിയായിട്ട് വരുമ്പോൾ നമ്മളങ്ങ് വിധേയപ്പെട്ട് കൊടുത്ത് കർത്താവേ എൻ്റെ ജഡത്തിലുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് കർത്താവേ അവിടെ എല്ലാം ഒരു മരണം സംഭവിക്കണം, അതിനായിട്ട് എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ, എന്നെ വിടുവിക്കണമേ, എന്നെ അധികമായിട്ട് ആത്മാവിനെ നിറയ്ക്കണം, എന്നെ രൂപാന്തരപ്പെടുത്തണം, എൻ്റെ ആത്മാവിലെ പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് നിറയ്ക്കണം. അതുകൊണ്ട് കർത്താവേ എനിക്ക് കർത്താവേ എന്ന് വിളിക്കാൻ അറിയാം, എനിക്ക് റൈറ്റ് ഡോക്ടറിനുണ്ട്, എനിക്ക് ശരിയായ ഉപദേശമുണ്ട്, കർത്താവേ എന്ന് ഞാൻ വിളിക്കും. എനിക്ക് ഇമോഷണലായിട്ട് ഞാൻ സ്റ്റേർഡപ്പ് ആവുന്നു, എൻ്റെ വികാരത്തിളപ്പുണ്ട്, നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കണം എന്നാ എൻ്റെ ഇഷ്ടം. ഓരോരോ പ്രായോഗിക സാഹചര്യങ്ങൾ വരുമ്പോൾ എൻ്റെ ഇഷ്ടത്തെ കർത്താവേ ഈ ഓരോ സാഹചര്യത്തിലും കർത്താവേ എൻ്റെ ഇഷ്ടം എനിക്ക് ചെയ്യേണ്ട, ഏതൊരു പ്രലോഭനം ആവട്ടെ, പ്രതിസന്ധി ആവട്ടെ, അവിടെ പരാതിപ്പെടാനോ നിഗളിക്കാനോ മത്സരിക്കാനോ അങ്ങനെയൊക്കെയുള്ള എൻ്റെ ഇഷ്ടം എനിക്ക് വേണ്ട, മറിച്ച് കർത്താവേ അവിടുത്തെ ഇഷ്ടം മതി എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? അവിടെ ഒരു കർത്താവിൻ്റെ ഒരു ഹീലിംഗ് ഉണ്ടാവും, അവിടെ കർത്താവിൻ്റെ ഒരു സൗഖ്യം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഇവരെ പോലെ 22ാമത്തെ വാക്യത്തില് കർത്താവേ നിന്റെ നാമത്തിൽ എന്ന് ഒരു തവണ പറഞ്ഞാൽ മതിയെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇവര് 3 തവണ പറയുന്നുണ്ട്. നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വളരെ വലിയ പ്രവൃത്തികൾ, വീണ്ടും ഞങ്ങൾ വേറെ ആരുടെ നാമത്തിലല്ല, വേറെ ഹീതൻ ഗോഡ്സ് ഏതെങ്കിലും അക്രൈസ്തവമായ ദേവതാവതാരങ്ങളുടെ പേരിലോ ഒന്നും അല്ല, മറിച്ച് നിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്ത്, യേശുവിന്റെ നാമത്തില വലിയ കാര്യങ്ങൾ പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ പ്രവചനം അത് ദൈവവചന ശുശ്രൂഷയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആലോചനകൾ ആത്മീയവർദ്ധനവിനും ആശ്വാസത്തിനും പ്രബോധനത്തിനുമായിട്ട് സംസാരിക്കുന്നതാണ് പ്രവചിക്കുന്നതെന്ന് നമ്മൾ 1 കൊരിന്ത്യർ 14-3 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവർ ദൈവവചനം ശുശ്രൂഷ ചെയ്തു, യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, യേശുവിന്റെ നാമത്തില് 1-2 വലിയ പ്രവൃത്തികളല്ല, വളരെ മെനി മിറക്കിൾസ്, ഒത്തിരി മിറക്കിൾസ് ചെയ്തു. അതൊന്നും ചെയ്തില്ലെന്നൊന്നും കർത്താവ് പറയുന്നില്ല. എന്നാൽ അവരുടെ ജീവിതത്തിന് അവർ സ്വന്തം ഇഷ്ടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പുറമെയുള്ള വലിയ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് കർത്താവിനെ അറിയുന്ന, ഞാൻ നിങ്ങൾ ഒരു നാൾ പറഞ്ഞിട്ടില്ല, അവർക്ക് യഥാർത്ഥത്തിൽ യേശുവിനെ അറിയുന്ന, ആത്മമണവാളായ കർത്താവിനെ അറിയുന്ന ഒരു സ്നേഹബന്ധത്തിലേക്ക് അവർ വന്നിട്ടില്ലായിരുന്നു. അവർ യേശുവിന്റെ നാമത്തിൽ പല പല കാര്യങ്ങളൊക്കെ, അവരുടെ മിനിസ്ട്രി വാസ് നോട്ട് ആൻ ഓവർഫ്ലോ ഓഫ് ദ ലൈഫ്, അവരുടെ ജീവിതം ഓവർഫ്ലോ ചെയ്തതല്ലായിരുന്നു അവരുടെ ശുശ്രൂഷ, മറിച്ച് അവര് യേശുവിന്റെ നാമത്തിൽ പല പല കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൽ കുറെ മനുഷ്യമാനം കിട്ടി, അവർ വലിയ ദൈവദാസന്മാരായിട്ടോ അല്ലെങ്കിൽ വലിയ ആൾക്കാരായിട്ടോ ഒക്കെ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനേകരും ഒത്തിരി ശുശ്രൂഷ തലങ്ങളിലൊന്നും പോകുന്നവരായിരിക്കത്തില്ല. പക്ഷെ നമ്മുടെ മീറ്റിങ്ങിന് വരുന്നു, ബൈബിൾ വായിക്കുന്നു, പല പല കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നു, പല നമ്മളും കർത്താവിനെ കുറിച്ച് സാക്ഷിക്കാനുള്ള അവസരങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നു, ദൈവവചനം സാക്ഷിക്കുന്നു, അങ്ങനെയുള്ള പല പല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. എന്നാൽ ഇതിലൊന്നും ഒരു തൃപ്തി ഇല്ലാതെ കർത്താവെ ഇതിലൊന്നും അല്ല, ഇത് പുറമെയുള്ള ആക്ടിവിറ്റീസ് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷെ യഥാർത്ഥത്തിലൊരു ഫ്രൂട്ട്സ്, ആ ഫലങ്ങൾ, എൻ്റെ ജീവിതത്തിന്റെ ഫലം, എൻ്റെ ശുശ്രൂഷയുടെ ഫലം കർത്താവെ, അത് അവിടുത്തെ ഇഷ്ടം ചെയ്യുന്ന ഒരു ഫലം കർത്താവെ. ഓരോ സമയത്ത് കർത്താവ് ഓരോ ഈ 4 മേഖലകളിലെ കർത്താവ് ഇഷ്ടം ചെയ്ത കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറയുവാണെങ്കിൽ, യേശുവിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണല്ലോ നമ്മൾ സൗഖ്യമാകുന്നത്. ആ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയപ്പോൾ അവർ സൗഖ്യമായി. നമ്മളത് സംഖ്യാപുസ്തകത്തിലൊക്കെ വായിക്കുന്നത് പോലെ കർത്താവ് യോഹന്നാൻ 3-ാം അധ്യായത്തിൽ ആ കാര്യം നിക്കോദെമസിനോട് പറയുന്നുണ്ട്. ആ മനുഷ്യപുത്രൻ അതുപോലെ ഉയർത്തപ്പെടുമ്പോൾ അങ്ങനെ യേശുവിലേക്ക് നോക്കുന്നവർ. അപ്പം യേശുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്, നമ്മുടെ ജീവിതത്തിലെ നിഗളമുണ്ട്. എന്നാൽ യേശുവിലേക്ക് നോക്കുമ്പോൾ യേശു തന്നെ ഒഴിച്ച്, ആ ഒരു വചന റെഫറൻസസ് ജഗബേറും പറഞ്ഞായിരുന്നു, തന്നെ ഒഴിച്ച് പിതാവിനോട് സമനായിരുന്നു. നമുക്കറിയാം ഫിലിപ്പിയർ 2:6-7 വാക്യങ്ങളൊന്നും എടുത്തില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണപ്പെടാൻ അറിയാവുന്ന വാചനഭാഗം. അപ്പം തന്നെ ഒഴിച്ച് സാഗ്ബേർ പറഞ്ഞാണെങ്കിൽ ഹ്യൂമിലിറ്റി 3 steps ഓഫ് ഹ്യൂമിലിറ്റി. ദൈവത്തിനോട് സമനായിരിക്കും, മനുഷ്യനായിട്ട്, പിന്നെ ദാസനായിട്ട്, പിന്നെ ഒരു ക്രൂശിലെ കുറ്റവാളി എന്ന വണ്ണം തന്നെ താഴ്ത്തിയ ആ ഒരു യേശു. ഈ റിച്ച് യങ് റൂളർ, ധനികനായ യുവപ്രമാണിയോട് കർത്താവ് പറയുന്ന ആ ഒരു കാര്യം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് കർത്താവിന്റെ ഒരു താഴ്മ കാണാനൊക്കും.
ലൂക്കോസ് 18 അധ്യായത്തിന്റെ 19 വാക്യത്തില് ലൂക്കോസ് 18 അധ്യായത്തില് അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനഭാഗം തന്നെ. അവിടെ അതിന്റെ 19 വാക്യത്തിൽ കർത്താവ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, യഹോവ സാക്ഷിക്കാർക്ക് ഇതൊക്കെ മിസ്കോട്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ യേശുവിനെ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ കർത്താവിന്റെ ഒരു താഴ്മയാണ് നമ്മൾ കാണുന്നത്. ലൂക്കോസ് 18:19 അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന് കർത്താവ് പറയുന്നൊരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. കർത്താവ് നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച് നടന്നു. അപ്പോസ്തലപ്രവൃത്തി 10:38 പത്രോസ് പറയുന്നുണ്ട്, കർത്താവ് നന്മയാണ് നിറഞ്ഞു ഒഴുകിയത്. പക്ഷേ താൻ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നപ്പോ എന്നെ നിങ്ങൾ നല്ലവൻ എന്ന് പറയേണ്ട കാര്യമില്ല. എന്നിൽ നിങ്ങൾ എന്തെങ്കിലും നന്മ കാണുന്നുണ്ടെങ്കിൽ അത് പിതാവിന്റെ നന്മയാണ്. ഞാൻ എന്നെ തന്നെ ഒഴിച്ച് ഒരു മനുഷ്യനായിട്ട്, എന്നെ തന്നെ എൻറ്റ് ചെയ്ത് ഒരു മനുഷ്യനായിട്ട്. അപ്പൊ നമ്മളെ ആരെങ്കിലും പുകഴ്ത്തുമ്പോഴോ നല്ലത് പറയുമ്പോഴോ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ഹൈ തോട്ട്സ്, നമ്മളെക്കുറിച്ച് തന്നെ അവിടെ ഞാൻ അത്ര മോശക്കാരനൊന്നും അല്ല, ഞാൻ അത്ര മോശക്കാരിയൊന്നും അല്ല, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ പറ്റും, ബാക്കി ആ സഹോദരങ്ങൾക്കൊന്നും അത്രയും പറ്റത്തില്ല, ഈ സഹോദരിമാർക്കൊന്നും ഇത്രയും പറ്റത്തില്ല, എന്ന് എന്നെ കൊണ്ട് പറ്റും. അങ്ങനെയൊക്കെയുള്ള പിശാചിന്റെ കൂരമ്പുകൾ, പിശാചിന്റെ തീയമ്പുകൾ ആയിട്ട് എഫേസ്യർ 6:17 വാക്യത്തിൽ പിശാചിന്റെ തീയമ്പുകളെ കുറിച്ച് വായിക്കുമ്പോൾ അത് നിരാശപ്പെടുന്ന ചിന്തകളോ ആഗ്രഹപ്പെടുന്ന ചിന്തകൾ മാത്രമായിരിക്കും, നീളത്തിന്റെ ചിന്തകളായിരിക്കും. നമ്മളെ കുറിച്ച് തന്നെ ഒരു നല്ല നമ്മളെ തന്നെ ഉയർത്തുന്ന ഒരു ചിന്തകൾ പിശാചിന് അത് നമ്മളെ പറ്റിയിട്ട് അവൻ വീണത്. നമ്മളത് 28 ഏഷ്യാവ് 14 നമ്മൾ കേട്ടു. അങ്ങനെ ഉയർന്ന ചിന്തകൾ വരുമ്പോൾ നമ്മളെ തന്നെ അവിടെ താഴ്ത്തി, വൈ ഡു യു കോൾ മീ ഗുഡ്? എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ഈ കഴുതപ്പുറത്ത് യേശു കർത്താവ് ഇരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നന്മയുള്ളൂ. യേശു കർത്താവ് കഴുതപ്പുറത്ത് എഴുതിയിട്ട് പോയാൽ ഈ കഴുതിയ ആൾക്കാർ അടിച്ചു പിടിക്കത്തേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ, കർത്താവ് എന്നിൽ യാതൊരു നന്മയില്ല, എൻ്റെ ജഡത്തിൽ യാതൊരു നന്മയില്ല, കർത്താവേ അങ്ങ് എന്നിലായിരിക്കുന്നത് കൊണ്ടാണല്ലോ എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അത് എനിക്ക് നിഗളിക്കാനൊന്നുമില്ല, എനിക്ക് പോഴാനൊന്നുമില്ല. ഞാൻ കർത്താവ് ഒരു സീറോ ആണ്. വിതൗട്ട് യു ഐ എം ജസ്റ്റ് എ സീറോ, വിത്ത് യു ഐ എം എ ഹീറോ. പക്ഷേ കർത്താവേ വിതൗട്ട് യു, അങ്ങേ കൂടാതെ ഞാനൊരു സീറോ, അങ്ങേ കൂടാതെ എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. യോഹന്നാൻ 15:5 വാക്യം നമുക്കറിയാം. പിന്നെ കർത്താവ് ഒരിക്കലും മത്സരിച്ചില്ല, അപ്പനമ്മമാർക്ക് കീഴടങ്ങിയിരുന്ന കാര്യമൊക്കെ നമുക്കറിയാം. ലൂക്കോസ് 2:51-52 വാക്യങ്ങൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനഭാഗങ്ങൾ. കർത്താവ് അപ്പനമ്മമാർക്ക് കീഴടങ്ങിയിരുന്നു. അതുവരെയും 30 വയസ്സ് വരെയും കർത്താവ് അവിടെ സിനഗോഗിലെ അവിടുത്തെ അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരുന്നു. പിതാവിന്റെ സമയത്ത് കർത്താവ് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയുമായിട്ട് മുമ്പോട്ട് പോയതായിട്ടുള്ള കാര്യം, തനിക്ക് മേലെ വെച്ചിരിക്കുന്ന അധികാരത്തോട് മത്സരിക്കാത്ത കർത്താവിന്റെ ആ ഒരു സബ്ജക്ഷൻ, സ്പിരിറ്റ് ഓഫ് സബ്ജക്ഷൻ തന്നെ, അങ്ങനെ കർത്താവ് കീഴടങ്ങിയിരുന്നു. അവിടുന്ന് ജ്ഞാനത്തിലും കൃപയിലും മുതിർന്നു വന്നു എന്ന് അവിടെ ലൂക്കോസ് 2:51-52 നമ്മൾ കീഴടങ്ങിയിരിക്കുമ്പോഴാണ്, അവിടെ ആ ജഡത്തിലൊരു നുറുക്കം സംഭവിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് അധികമായിട്ടുള്ളൊരു നിറവ് അനുഭവിക്കുകയും, ആ പരിശുദ്ധാത്മാവ് എന്തിന്റെ ആത്മാവ്? ജ്ഞാനത്തിന്റെയും കൃപയുടെ ആത്മാവ്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ജ്ഞാനവും കൃപയും ഒക്കെ അധികമായിട്ട് വരുന്നൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പിന്നെ കർത്താവ് പണസ്നേഹത്തിൽ നിന്ന് എത്രമാത്രം വിമുക്തനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കാണുന്ന യോഹന്നാൻ 12:6 വാക്യത്തിൽ അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, യൂദാസ് ഇസ്കറിയോത്ത് പണസഞ്ചിയിൽ നിന്നതെല്ലാം ഇസ്കിക്കൊണ്ടിരുന്നു. കർത്താവിനത് അറിയാമായിരുന്നു. അപ്പം കർത്താവ് പിതാവിനോട് ചോദിച്ചു കാണാം, ദൈവമേ അത് ദൈവത്തിന്റെ പണമാണ്, അപ്പൊ അതുകൊണ്ട് ഞാനത് ഇതുപൂർവ്വം ഉപയോഗിക്കേണ്ടതല്ലേ, ഇപ്പൊ യുദാസ് ഇങ്ങനെ ഇസ്കുന്നത് ഞാൻ തടയേണ്ടതല്ലേ? പക്ഷെ പിതാവ് പറഞ്ഞു, നീ ഇപ്പൊ അത് എക്സ്പോസ് ചെയ്യേണ്ട കാര്യമില്ല. എക്സ്പോസ് ചെയ്തായിരുന്നെങ്കിൽ എല്ലാ 11 ശിഷ്യന്മാരും കൂടി യുദാസിനെ അപ്പം തന്നെ ഒരുപക്ഷെ എന്തെങ്കിലും ഇടിച്ചു കൊന്നേനെ. പത്രോസൊക്കെ അല്ലേ ആള് വാളെടുക്കാൻ പറയുന്നതിന് മുമ്പേ വാളെടുത്ത് ചെവി വെട്ടിയ ആളാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനത്തില് അത് യേശു അത് മറച്ചു വെച്ചു, യേശു അത് എക്സ്പോസ് ചെയ്തില്ല. അപ്പൊ അവിടെ പണസഞ്ചി അതുപോലെ പണം ചിലപ്പോൾ തന്നെ പറഞ്ഞാൽ ആൾപ്പാട് 100 രൂപയേ ഉള്ളൂ, 2 രൂപ കുറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അതുപോലെ പണം വന്നുകൊണ്ടേ ഇരുന്നതുകൊണ്ടായിരിക്കണം കുറച്ച് പണം ഇസ്കിയിട്ടും ഒന്നും അറിയുന്നില്ലായിരുന്നു ആൾക്കാർ. അതുപോലെ അപ്പൊ അങ്ങനെ പക്ഷെ കർത്താവിന്റെ മനസ്സിനെ അതൊന്നും അസ്വസ്ഥനാക്കിയില്ല. കർത്താവ് ആ ഒരു പണവും ലോകത്തിൻ്റെതായ കാര്യങ്ങളുമായിട്ടുള്ള കർത്താവ് എത്രമാത്രം കർത്താവിലേക്ക് നോക്കും, ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സൗഖ്യമാക്കുന്ന യേശുവിലേക്ക് നോക്കുമ്പോൾ, യേശുവെ അവിടുന്ന് താഴ്മയോടെ എങ്ങനെ ഇരുന്നു, അവിടുന്ന് എങ്ങനെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നു, പിതാവിന് എപ്പോഴും തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു, കർത്താവിന് മേലെയുള്ള അധികാരത്തിന് തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു, അവിടുന്ന് എങ്ങനെ പണസ്നേഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിടുതൽ പ്രാപിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ ലോകസ്നേഹം, എൻ്റെ രാജ്യം ഐഹികമല്ല. നമ്മുടെ മലയാളം ബൈബിളില് യോഹന്നാൻ 18:36 എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല 2 തവണ ആ വാക്യത്തിൽ തന്നെ പറയുന്നതായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തില് ഇംഗ്ലീഷിലും ഗ്രീക്കിലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ഇതിൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്നുള്ളതിന് എൻ്റെ രാജ്യം
ഈ ലോകത്തിൻ്റെതല്ല എന്നാണ് യഥാർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ് കോസ്മോസ്. എൻ്റെ രാജ്യം, രണ്ടാമത്തെ ആ വാക്യത്തിന് അവസാനം എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല, കറക്റ്റ്. മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. എന്നാൽ ആദ്യത്തെ ആ വാക്യം യഥാർത്ഥത്തിൽ എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റെതല്ല, എൻ്റെ ലോകത്തിൻ്റെതല്ല. അപ്പൊ കർത്താവിനെ ഈ ലോകത്ത് കർത്താവ് ജീവിച്ചപ്പം കർത്താവ് ഈ ലോകത്തിൻ്റെതല്ലാതായിട്ട് ജീവിച്ചു. നമ്മളെ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെതല്ലാത്തതായിട്ട് മറ്റുള്ളവർക്ക് കാണപ്പെടുന്നുണ്ടോ? നമ്മളുടെ കുടുംബത്തിൽ തന്നെ, നമ്മളുടെ ബന്ധുമിത്രാദികൾക്ക്, അതോ നമ്മൾ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി ടെൻഷൻ അടിക്കുകയും അതിനായിട്ടുള്ള പരക്കം പാച്ചിലും അതിനായിട്ടുള്ള പല അസ്വസ്ഥതകളും പരാതിയും പിറുപിറുപ്പും ഭയങ്കര വഴക്കും തർക്കവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ടാണോ? അതോ ലോകത്തിന്റെ ഫാഷനും സ്റ്റൈലും അതിൻ്റെതായ അഭിപ്രായവും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതിലൊക്കെ നമ്മൾ മതിമറന്നിരിക്കുന്നവരാണോ? അതോ സ്വർഗീയമായിട്ടൊരു കാഴ്ചപ്പാടിലൂടെ സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഈ കാര്യങ്ങളെ കാണുമ്പോൾ ഈ ലോകം എന്നൊക്കെ പറഞ്ഞ് എന്തുവാ ഇപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം അഴിഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങൾ ദൈവം കുറച്ച് കാലത്തേക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ നമ്മൾ കാര്യവിചാരകനായിട്ട് സ്റ്റുവാർഡായിട്ട് വിശ്വസ്തനായിട്ടിരിക്കണം. ദൈവം ഒരു അല്പകാലത്തേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കുറെ പണവും അതിൻ്റെതായ ചില മുഖാന്തരങ്ങളോ അങ്ങനെ ഈ എൻ്റെ രാജ്യം ഐഹികമല്ല. ഈ ഇഹം എന്ന് പറഞ്ഞാൽ ഇവിടെ, ഐഹികം എന്ന് പറഞ്ഞാൽ ഇവിടുത്തേതല്ല എൻ്റെ രാജ്യം, ഈ ലോകത്തിൻ്റെതല്ല. എൻ്റെ രാജ്യം സ്വർഗരാജ്യം, പിതാവിൻ്റെ രാജ്യമാണ് എൻ്റെ രാജ്യം എന്ന് പറയത്തക്ക വണ്ണം യേശുവിനെ പോലെ ആ നല്ല കൺഫെഷൻ, പിലാത്തോസിന് മുമ്പാകെയുള്ള കർത്താവിൻ്റെ രണ്ടാമത്തെ കൺഫെഷൻ നമ്മളിപ്പം വായിച്ച് ആ നല്ല സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളാൻ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നതൊക്കെ നമ്മൾ 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിൽ അവസാനം വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത് ആ കർത്താവിൻ്റെ ആ സ്വീകാര്യം, ഞാൻ ഈ കർത്താവിൻ്റെ ആ താഴ്മ, കർത്താവിൻ്റെ മത്സരമില്ലാത്ത ആ മനോഭാവം, കർത്താവിൻ്റെ പണസ്നേഹമില്ലാതെ ഉള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മനോഭാവം, ഈ ലോകത്തിന്റെ ചിന്തകളിൽ നിന്നും ഇഹലോക ചിന്ത ലേശം യേശാൻ ആശ്രിത വത്സര എന്നൊക്കെ നമ്മൾ ആ പാട്ടിൽ പാടുന്നത്, ഇഹലോകത്തിന് ചിന്ത ലേശം യേശാൻ ആശ്രിത വത്സര, അതുപോലെ മൽ ശക്തിയാൽ ഇനി നിറയ്ക്കണമെന്ന് നമ്മൾ പാടുന്നത് പോലെ കർത്താവ് പരിശുദ്ധാത്മാവിനെ നമ്മളെ നിറയ്ക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നമ്മളിൽ വന്ന് നിറയുമ്പോൾ ആ ലോകത്തിന്റെ ചിന്തകളും ലോകസ്നേഹവും ഒക്കെ അങ്ങ് ഡിസ്പ്ലേസ്ഡ് ആയി പോകും. അത് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്ന പറഞ്ഞ പോലെ തികഞ്ഞ സ്നേഹം ഈ ലോക ചിന്തകളെയും ബാക്കിയുള്ള ആകുല ചിന്തകളെയും ബാക്കി നികളത്തി അതുപോലുള്ള കാര്യങ്ങളെല്ലാം പുറത്താക്കും. നമുക്ക് യോഗ്യതയോടെ ഭക്ഷിക്കാൻ തക്കവണ്ണം കർത്താവിന് മുമ്പാകെ ക്യാൻസർ സർജന് മുമ്പാകെ നമുക്ക് വിധേയപ്പെടാം. നമ്മളിൽ ഉള്ള ആ അഴുക്കും കാര്യങ്ങളും ജലത്തിലെ കൽമഷങ്ങളൊക്കെ ആത്മാവിലെ കൽമഷങ്ങളൊക്കെ കർത്താവ് കാണിച്ചു തരുന്നതെല്ലാം കർത്താവെ അവിടെ നിന്ന് കഴുകിക്കളയാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയാം. കർത്താവ് നമ്മളെ പുതുക്കട്ടെ. യോഗ്യതയോടെ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുക. നമ്മുടെ ദൈവം ഒത്തിരി നമ്മളെ സഹായിക്കട്ടെ.